വി ഡി സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ നടത്തിയൊരു പ്രതികരണം കേട്ടപ്പോൾ ചിരി വന്നു. നിങ്ങൾക്ക് കേൾക്കണ്ടേ ആ പ്രതികരണം? നമുക്ക് ആദ്യം പ്രതികരണം കേൾക്കാം, അതിനുശേഷം നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം. തെരഞ്ഞെടുപ്പ് കാലത്ത് 40 ദിവസവും പ്രചരണം നടത്തിയത് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് വേണ്ടി നിരന്തരമായി CAA എന്ന് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് മാത്രം ലക്ഷ്യമാക്കിയിട്ടുള്ള ക്യാമ്പയിനായി തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ്. അത്രയും നാള് ന്യൂനപക്ഷ വർഗീയത ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ട് ഇപ്പോൾ നേരെ ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. അതിനെന്തിനാണ് മുസ്ലിം ലീഗിന്റെ മക്കിട്ട് കയറുന്നത്? SDPI പിന്തുണ UDF പ്രഖ്യാപിച്ചപ്പോൾ UDF എടുത്തൊരു ധീരമായ തീരുമാനമാണ്. ന്യൂനപക്ഷ വർഗീയതയെയും ഭൂരിപക്ഷ വർഗീയതയും ഒരുപോലെ UDF എതിർക്കും. അതുകൊണ്ട് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ കഴിഞ്ഞ 50 വർഷക്കാലത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു കക്ഷി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ആ പിന്തുണ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. കേട്ടല്ലോ, ജനങ്ങളെ മണ്ടന്മാരാക്കാൻ, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇങ്ങനെ കഴിഞ്ഞ് വേറെ ആളുള്ളൂ. നമ്മൾ കണ്ടതാണല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് SDPIയുടെ സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൗലവി മൂവാറ്റുപുഴയിൽ വെച്ച് നടത്തിയ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ പിന്തുണ ഇക്കുറി UDFനാണെന്നാണ്. UDF ആദ്യം ഒന്നും മിണ്ടിയില്ല. പിന്നീട് ഇത് വലിയ വിവാദമാകുന്നു, UDFനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ SDPIയുടെ പിന്തുണ വേണ്ട എന്ന് പറയുന്നില്ല എന്ന ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയപ്പോൾ, ഇത്തരം വർഗീയ പാർട്ടികൾക്കായി നിങ്ങൾ സന്ധി ചേരുന്ന ആ ഒരു കാഴ്ച ജനങ്ങളൊക്കെ കാണട്ടെ എന്നൊക്കെ പല രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ വി ഡി സതീശൻ പതിയെ വാ തുറക്കാൻ തുടങ്ങി. വി ഡി സതീശൻ പറഞ്ഞു, ഞങ്ങൾക്ക് SDPIയുടെ പിന്തുണ വേണ്ട, ഞങ്ങളത് നിഷേധിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ എന്താണ് നമ്മൾ കണ്ടത്? കെ മുരളീധരൻ തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്നു, അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ, ഇവരൊക്കെ ആ പിന്തുണ വേണമെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ വേണമെന്ന് പറയുന്ന ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകരെയും കോൺഗ്രസ് നേതാക്കളെയും എന്നിട്ട് KPCC പ്രസിഡന്റിനെ വരെ നമ്മൾ കണ്ടിരുന്നു. എന്നിട്ട് ഇപ്പോൾ പറയുകയാണ് ഇവരൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ ടീംസാണ് ഞങ്ങളെന്ന്. ഇങ്ങനെയൊക്കെ എന്താ, അതിനൊക്കെ ഒരു പച്ച മലയാളത്തിൽ വാക്ക് പറയും, ഞാനത് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ മാറ്റി പറയാൻ സതീശന് മാത്രമേ കഴിയൂ എന്ന് കാണിച്ചു തന്നിരിക്കുകയാണ്. മാത്രമല്ല, സതീശൻ വേറെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നിങ്ങൾ വരുന്ന വാർത്തകൾ നോക്ക്, ഞങ്ങൾ പറഞ്ഞിരുന്ന അതേ കാര്യങ്ങൾ. നിങ്ങളുടെ മുൻഗണന എന്താണ്? നിങ്ങൾ എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല? നിങ്ങൾ എന്തുകൊണ്ട് പാവപ്പെട്ടവരുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് അഴിമതി കാണിക്കുന്നു എന്നൊക്കെ ഞങ്ങൾ ചോദിച്ച ചോദ്യം ഇപ്പോൾ CPIഎമ്മിന്റെയും CPIയുടെയും കേരള കോൺഗ്രസ് എമ്മിന്റെയും ഒക്കെ പ്രവർത്തകർ, അവരുടെ താഴെത്തട്ടിലുള്ള നേതാക്കൾ ഈ നേതൃത്വത്തെ, ഇടതുമുന്നണി നേതൃത്വത്തെ ചോദ്യം ചെയ്യാം. പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് അവർ അടിവരയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തെറ്റ് തിരുത്തും എന്ന് പ്രഖ്യാപിച്ചിട്ട് വീണ്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് ഇവർ കൂപ്പുകുത്തുകയാണ്. അതായത് ഞങ്ങൾ പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ, സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടിരുന്ന പല കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഈ LDFന്റെ ഘടകകക്ഷികൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് കാണുന്നില്ലേ പത്രത്തിലൊക്കെ എന്ന്? ഈ പത്രത്തിലേക്ക് അടിച്ചു വിടുന്ന പച്ചക്കള്ളവും പൊക്കി പിടിച്ചാണ് ഈ സതീശൻ നടക്കുന്നത്. എന്നിട്ട് സതീശൻ ചോദിക്കുകയാണ്, നിങ്ങളിതൊക്കെ കാണുന്നില്ലേ? അപ്പം സതീശൻ ഈ ഇടക്കാലത്ത് നിയമസഭയിൽ അവതരിപ്പിച്ച ഏത് വിഷയം എടുത്ത് നോക്കിയാലും എന്തിലാണ് വസ്തുതയുള്ളത്? എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നിയമസഭയിലൊക്കെ മുഖ്യമന്ത്രിക്കെതിരെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോഴും മുഖ്യമന്ത്രിക്കെതിരെ പല വിമർശനങ്ങൾ ഉന്നയിച്ചപ്പോഴും ഒക്കെ എന്ത് തെളിവാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിട്ടുള്ളത്? ഒരു തെളിവുണ്ടായിട്ടില്ലെന്നേ. ബാർക്കോഴ എന്ന് പറഞ്ഞ് ഏഷ്യാനെറ്റ് പടച്ചുവിട്ട വ്യാജ വാർത്ത പച്ചക്കള്ളം പൊക്കിപ്പിടിച്ച് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് അവസാനം നാറി ആ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്ന ഒരു പക്ഷമാണ് പ്രതിപക്ഷമെന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും. എന്നിട്ടിപ്പോൾ എന്തായി ആ ബാർക്കോഴ കേസ്? ബാർക്കോഴ കേസ് ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ബാർക്കോഴ കേസിൽ തിരുവഞ്ചൂരിന്റെ മകന്റെ പേര് കൂടി വന്നതോടുകൂടി തന്നെ പതിയെ കൈവിട്ടു. അങ്ങനെ എത്രയോ വിഷയങ്ങൾ. മാസപ്പടി വിവാദം എന്ത് വലിയ കൊട്ടിയാഘോഷിച്ചു വന്നൊരു സംഗതിയാണ്. മാത്യു കുഴൽനാടൻ എന്ന് പറയുന്ന മൂവാറ്റുപുഴ MLA എൻ്റെ കയ്യിൽ തെളിവ് മുഴുവനുണ്ടെന്ന് പറഞ്ഞ് ചെന്നിട്ട് അവസാനം വിജിലൻസ് കോടതി മാത്യു കുഴൽനാടനെ കണ്ടം വഴിയാണ് ഓടിച്ചത്. അപ്പൊ അങ്ങനെ നിരവധി ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇറക്കി അവസാനം തേഞ്ഞൊട്ടിയ പ്രതിപക്ഷം ഇപ്പോൾ പറയുകയാണത് മുഖ്യമന്ത്രിക്കെതിരെ, അതുപോലെ തന്നെ ഈ സർക്കാരിനെതിരെ ആളുകളൊക്കെ ഈ രീതിയിൽ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഒരു പ്രതികരണവുമില്ല. പ്രതികരിക്കുന്നു എന്ന് വരുത്തി തീർക്കുന്നത് മാധ്യമ സൃഷ്ടിയാണ്. അതായത് തിരുത്തലുകൾ ഉണ്ടാകുമോ എന്ന് തുടക്കം തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ അടുത്ത് ചോദിച്ചപ്പോൾ MV ഗോവിന്ദൻ മാഷ് തിരുത്തലുകൾ ആവശ്യമാണെങ്കിൽ തിരുത്തുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. പരിശോധിച്ച് കണ്ടെത്തി തിരുത്താൻ മടിയില്ലാത്ത ഒരു പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് എല്ലാവർക്കും നന്നായി അറിയാവുന്നതാണ്. 2019 ഒരു സീറ്റ് കിട്ടിയപ്പോൾ 2021 99 സീറ്റോട് കൂടി വീണ്ടും തുടർഭരണത്തിൽ വന്നൊരു പാർട്ടിയാണിത്. 2019 ശേഷം നടന്ന
തദ്ദേശ മെമ്പർ തെരഞ്ഞെടുപ്പിൽ ഡിസംബർ 2020 നടന്ന ഈ തദ്ദേശ മെമ്പറിന്റെ തെരഞ്ഞെടുപ്പിൽ LDF നേടിയ നേട്ടം ചരിത്ര നേട്ടമായിരുന്നു. അപ്പൊ അതൊന്നും മറന്നുകൂടാ. അപ്പോ ഈ പറയുന്നത് പോലെ സർക്കാർ ഇതാ ഇപ്പൊ വീണു, പിണറായി വിജയൻ നിലം പതിച്ചു, ഈ സർക്കാർ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് കൊട്ടി ആഘോഷിച്ച് നടക്കുന്നവർക്ക് ഒരു അജണ്ടയുണ്ട്. ഈ പാർട്ടിയെ തകർക്കുക എന്ന അജണ്ട, BJPയെ വളർത്തുക എന്ന അജണ്ട, ഇവിടെ കോൺഗ്രസും BJPയും മാത്രം മതി എന്ന അജണ്ട. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ചില മാധ്യമ സൃഷ്ടികളും ഇത്തരത്തിലുള്ള ചില പ്രതികരണങ്ങളും ഒക്കെ നടത്താൻ ചിലരെ അങ്ങ് അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം അതാണ്. പക്ഷെ അതൊന്നും ഈ മണ്ണിൽ എന്തായാലും വിലപ്പോകില്ല. 2021 ഇതിലും വലിയ പച്ചക്കള്ളവുമായി മാധ്യമങ്ങളും പ്രതിപക്ഷവും രംഗത്തിറങ്ങിയില്ലേ? എന്നിട്ടും ജനങ്ങൾ ഈ സർക്കാരിനൊപ്പം തന്നെ നിന്നു. ഈ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്ന് വരുത്തി തീർക്കാൻ, ഈ സർക്കാർ അഴിമതിയുടെ മുഖമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തുന്ന അതിഗംഭീരമായ ഈ ഡ്രാമയുണ്ടല്ലോ, അത് ജനങ്ങൾ നന്നായി തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ MP ആയ കൊടിക്കുന്നിൽ സുരേഷിനെ പ്രോടൈം സ്പീക്കറാക്കാതെ സവർണാധിപത്യത്തിന്റെ സവർണ പ്രീണനത്തിന്റെ മുഖം BJP പുറത്തെടുത്തപ്പോൾ, കോൺഗ്രസുകാർ നിശബ്ദതയുടെ കുപ്പായമണിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരസ്യമായി പ്രതികരിച്ചത് നിങ്ങൾ കണ്ടില്ലേ? അതാണ് മുഖ്യമന്ത്രി, അതാണ് ഈ സർക്കാർ. ഈ സർക്കാർ അങ്ങനെയാണ്. മുഖം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കേണ്ട ഇടങ്ങളിലൊക്കെ പ്രതികരിക്കും. സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും. അതിന് അധികാരം വേണമെന്നൊന്നുമില്ല. അതിനിപ്പോൾ ഇവിടുന്ന് ഈ തവണ ഈ പറയുന്നത് പോലെ 19 സീറ്റുകളിൽ LDF തോറ്റില്ലേ, അപ്പോൾ ഞങ്ങൾ ഇനി പ്രതികരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ഓർത്ത് മാറി നിൽക്കുന്ന ഒരു സർക്കാരല്ല ഇത്. ഈ സർക്കാർ എല്ലാ വിഷയങ്ങളും അതിശക്തമായി തന്നെ കൂടെ തന്നെ കാണും. നിങ്ങൾ പറയാറില്ലേ പൗരത്വ ഭേദഗതി, ഇപ്പോൾ തന്നെ പറഞ്ഞില്ലേ പൗരത്വ ഭേദഗതി നിയമവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ മുസ്ലിം സമുദായത്തെ, മുസ്ലിം വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തിയ ചില നീക്കങ്ങളാണെന്ന്. അതിനുശേഷം ഇലക്ഷൻ ശേഷവും ഈ പറയുന്ന പോലെ ഇത്തരം വിഷയങ്ങളൊക്കെ സർക്കാർ വളരെ സജീവമായി തന്നെ രംഗത്തില്ലേ. ഈ സർക്കാർ ഈ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് കിട്ടാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സോപ്പിട്ട് പോക്കറ്റിലിട്ട് അവരുടെ വോട്ട് കിട്ടാൻ വേണ്ടിയോ ഒന്നും അങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു പാർട്ടിയല്ല എന്നുള്ള കാര്യം നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലോ. ചില ഇടങ്ങളിൽ പോയി ചില അരമനകൾ കയറി ഇറങ്ങി ചില ആളുകളെ സോപ്പിട്ട് ഒക്കെ ഇത്തരം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി നാടകം കളിക്കുന്നതൊക്കെ നിങ്ങൾക്കും BJPക്കും അല്ലേ അത് ചേരുകയുള്ളൂ. നിങ്ങൾക്കാണല്ലോ അതിനെ പറ്റിയുള്ള കറക്റ്റായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു നാടകത്തിന്റെ സ്ട്രാറ്റജി അറിയുകയുള്ളൂ. എന്തായാലും ഈ സർക്കാർ അത്തരത്തിൽ തൊഴുതു നിന്നുകൊണ്ട് അത്തരത്തിൽ ആളുകളുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാൻ നാടകം കളിക്കാറില്ല. ആഞ്ഞടിക്കേണ്ടടുത്ത് ആഞ്ഞടിച്ചും പ്രതികരിക്കേണ്ടടുത്തും പ്രതികരിച്ചും ഒക്കെ തന്നെയാണ് ഈ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരു മാധ്യമവും എടുത്ത് പൊക്കിപ്പിടിച്ച് ഒരു മാധ്യമവും ഇങ്ങനെ ഊഞ്ഞാലാട്ടി മാധ്യമങ്ങളുടെ ലാളനത്തിൽ വളർന്നു വന്നൊരു പാർട്ടിയല്ല ഈ പാർട്ടി എന്ന് ഈ പാർട്ടിയെക്കുറിച്ച് നന്നായി അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളെയും കൊടിയ വിഷങ്ങളെയും ഒക്കെ ചവിട്ടി അരച്ചുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടതൊക്കെ തന്നെ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എത്ര നെറികെട്ട രാഷ്ട്രീയം വരെ ഇവിടെ പയറ്റി നോക്കി. ഒരു മറിയക്കുട്ടി ചേട്ടത്തിന് ഇറക്കിയില്ലേ, അവസാനം എരഞ്ഞോളി സീന, അങ്ങനെ എത്ര ആളുകളെയാണ് നിങ്ങൾ ഈ സർക്കാരിനെതിരെയാക്കാൻ വേണ്ടി, ഈ സർക്കാരിനെതിരെ ഒരു വിഭാഗം ജനങ്ങളെ തിരിക്കാൻ വേണ്ടി അങ്ങ് രംഗത്തേക്ക് ഇറക്കി വിട്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും തന്നെ സംഭവിച്ചില്ല. 2019 ശേഷം ഇനി ഈ സർക്കാർ ഒരിക്കലും അധികാരത്തിൽ വരില്ല, പിണറായി വിജയന്റെ ധാർഷ്ട്യമാണ് ഈ പരാജയത്തിന് കാരണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞപ്പോഴും 2021 ഇതേ മുഖ്യമന്ത്രി പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പ്രചാരണ പരിപാടികൾ നടത്തി മുന്നോട്ട് പോയപ്പോൾ കിട്ടിയത് 99 സീറ്റാണ്. അത് ഇനിയും അങ്ങനെ തന്നെ, അതിൽ കൂടുതൽ 100 സീറ്റ് കിട്ടിയാൽ നമുക്ക് അതിശയിക്കാനല്ല, അതിൽ കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ ഭയം വേറെ ഒന്നുമല്ല. 2019 നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? നിങ്ങൾക്ക് 19 സീറ്റ് കിട്ടി. എന്നിട്ട് നിങ്ങൾക്ക് 2020-ലും 2021-ലും പഞ്ചായത്ത് ഇലക്ഷനിലും നിയമസഭാ ഇലക്ഷനിലും എന്താണ് സംഭവിച്ചത്? പരാജയങ്ങൾ നേരിടേണ്ടി വന്നു. ഇനിയും അത് നേരിടേണ്ടി വരുമോ എന്ന ഭയമാണ്. ആ ഭയത്തിൽ നിന്നാണ് നിങ്ങളിപ്പോൾ ഈ കിടന്ന് സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മാധ്യമവേട്ടയും ഈ നെറികെട്ട ഈ വ്യാജ പ്രചരണവും. ഇതിനെയൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചെറുത്തു നിൽക്കുക തന്നെ ചെയ്യും. കഴിഞ്ഞ കുറച്ച് ദിവസമായി മാധ്യമങ്ങളിലൊക്കെ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? മാധ്യമങ്ങളിൽ മുഴുവൻ മുഖ്യമന്ത്രി തിരുത്തുന്നില്ല, മുഖ്യമന്ത്രിക്ക് ധാർഷ്ട്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് തിരുത്തേണ്ടത്? എവിടെ നിന്നാണ് തിരുത്തു തുടങ്ങേണ്ടത്? മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കേരളത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ ജനങ്ങൾക്കൊപ്പം നിന്നതാണോ നിങ്ങൾ പറയുന്ന തെറ്റെന്ന് പറയുന്നത്? നിപ്പ, അതുപോലെ തന്നെ കോവിഡ്, അതുപോലെ പ്രളയം, ഇത്തരത്തിലുള്ള മഹാമാരികളിലൊക്കെ ആ മനുഷ്യൻ നിലയുറച്ച് നിന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഇവിടെ നിൽക്കുന്നതെന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായി തന്നെ അറിയാവുന്നതാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? ആ സമയത്ത് പോലും കേന്ദ്ര സർക്കാർ കേരളത്തെ കടക്കണിയിൽ ചവിട്ടിത്താഴ്ത്താൻ ശ്രമം നടത്തിയപ്പോൾ, കേന്ദ്രവിഹിതം വെട്ടിക്കുറച്ചപ്പോൾ, നമ്മളെയൊക്കെ ഒരു പട്ടിയുടെ വില പോലും കൊടുക്കാതെ നമ്മളെയൊക്കെ ചൂഷണം ചെയ്യാവുന്നതിൻ്റെ അങ്ങേയറ്റം വരെ കേന്ദ്ര സർക്കാർ ചൂഷണം ചെയ്തപ്പോൾ ആ മനുഷ്യൻ നിലയുറച്ച് തന്നെ നിന്നില്ലേ? ആ മനുഷ്യൻ നമുക്കൊപ്പം തന്നെ നിന്നില്ലേ? പിന്നെ ഇവിടെ വിശന്ന് വലഞ്ഞപ്പോൾ എത്രയോ വീടുകളിലേക്ക് കിറ്റുകൾ കൊണ്ടുവന്ന് എത്തിച്ചു. അതൊന്നും രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് അധികാരം കിട്ടാൻ വേണ്ടി ഒന്നും അദ്ദേഹം ചെയ്തതല്ല. അങ്ങനെയൊക്കെ ചെയ്തതായിരുന്നുവെങ്കിൽ
കഴിഞ്ഞുപോയ ഇലക്ഷനൊക്കെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ പേരും പറഞ്ഞ് എത്രയോ വോട്ട് പിടിക്കാമായിരുന്നു. ഒരവസരത്തിൽ പോലും അദ്ദേഹം ഇത്തരം വിമർശനങ്ങൾ നേരിടുന്ന സമയത്ത് പോലും അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ പുതിയ കുറെ ഗിമ്മിക്ക് നമ്പറുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു പറ്റം മാധ്യമങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന ധാർഷ്ട്യമാണ് ഈ സതീശനെ കൊണ്ടും ഈ പ്രതിപക്ഷത്തെ കൊണ്ടും ഇത്തരത്തിലുള്ള പച്ചക്കള്ളങ്ങൾ സർക്കാരിനെതിരെ പറയാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്തായാലും ഏതൊക്കെ രീതിയിലുള്ള നുണപ്രചാരണങ്ങൾ നടത്തിയാലും സത്യം ചെരുപ്പിട്ട് വരിക തന്നെ ചെയ്യും. ആ ചെരുപ്പിട്ട് വരുന്ന സമയത്ത് സതീശനെ പോലുള്ള 100 നുണയന്മാരെ എന്നല്ല ലക്ഷക്കണക്കിന് നുണയന്മാരെ ആ ചെരുപ്പ് ചവിട്ടി മെതിക്കും എന്ന് കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് സത്യം ജയിക്കുക തന്നെ ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.